ഒറ്റപ്പെടൽ എന്നുള്ളത് സത്യത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു തരത്തിൽ നമ്മൾ ആർജിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണെന്ന് ഞാൻ പറയും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങളിൽ പലരും ഇപ്പോൾ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നവരായിരിക്കും. ഈ സമയങ്ങളിൽ നിങ്ങളിൽ പലരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനൊരു സന്ദർഭം ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയാണോ അതോ തെറ്റാണോ, ഇതൊക്കെയായിരിക്കും. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, ഈ സന്ദർഭം ഫേസ് ചെയ്തവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും ഫെയിൽ ചെയ്തിട്ട് പിന്നെ തിരിച്ച് വന്നവരാണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഒരു വ്യക്തി ഒറ്റയ്ക്കായി പോകുന്നത് പല തരത്തിലാണ്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. ആ ഗ്രൂപ്പ് ഒരുപക്ഷെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആവാം, എന്തുമായിക്കൊള്ളട്ടെ. എന്നാൽ ആ ഗ്രൂപ്പിനോട് നിങ്ങൾക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഈ ഗ്രൂപ്പ് നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് വേറൊരു സ്പേസിലേക്ക് മാറുകയാണ്. അവർ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, നിങ്ങളെ തീർത്തും അവോയ്ഡ് ചെയ്യുന്നു. നിങ്ങളെ ഒറ്റയ്ക്കാക്കിയ ശേഷം ആ ഗ്രൂപ്പ് അവരുടേതായിട്ടുള്ള സ്പേസിലേക്ക് ചുരുങ്ങുന്നു. ഈ ഒരു സന്ദർഭത്തെയാണ് ശരിക്കും ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഇനിയും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ തന്നെ ആ ഗ്രൂപ്പിനെ ഉപേക്ഷിച്ച് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസിലേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങൾ ആ ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നു. ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള മൈൻഡിലെത്തുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു സ്പേസിലേക്ക് ചുരുങ്ങുന്നു. ഒരർത്ഥത്തിൽ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത നിങ്ങൾ സ്വയം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ അതിനെ ചൂസ് ചെയ്യുകയാണ്. നിങ്ങൾ തന്നെ ഈ സന്ദർഭം തിരഞ്ഞെടുത്തതാണ്. ആദ്യത്തെ കേസിൽ നിങ്ങൾ പോലും വിചാരിക്കാതെ ഏകാന്തത നിങ്ങളെ തേടി വന്നതാണെങ്കിൽ, രണ്ടാമത്തെ കേസിൽ ആ ഏകാന്തത നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഇനിയും ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന സന്ദർഭം സത്യത്തിൽ നല്ലതാണോ അതോ മോശമാണോ? ആദ്യമായിട്ടൊക്കെ ഒറ്റപ്പെടൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക്, അതും വളരെ വലിയ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക്, അതൊരു തരത്തിൽ ട്രോമ തന്നെയായിരിക്കും. ഒറ്റപ്പെടൽ എന്നുള്ളത് സത്യത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു തരത്തിൽ നമ്മൾ ആർജിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണെന്ന് ഞാൻ പറയും. ഒറ്റപ്പെടലും ഏകാന്തതയും ഒരു തരത്തിലും മോശപ്പെട്ട ഒരു കാര്യമല്ല, മറിച്ച് അത് നമുക്ക് വേണ്ട, നമ്മൾ ആർജിക്കേണ്ട ഒരു തരത്തിലുള്ള സ്കില്ല് തന്നെയാണ്. കൃത്യമായ കാരണത്തോടെ ഞാനത് വിശദീകരിക്കാം. നമ്മുടെ ഒരു ജീവിതകാലത്തിൽ നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കാണും. ചിലർ നമ്മളുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റൊക്കെ വെക്കും. നമ്മൾ തിരിച്ചും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവരുമായിട്ടും വെക്കും. പക്ഷെ പിന്നീട് അവർക്ക് നമ്മളെ മടുത്തു കഴിയുമ്പോൾ, നമ്മളെ അവർ ഇട്ടിട്ട് പോകുമ്പോൾ, അപ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് എന്ന് പറയുന്നത് വളരെയധികം പെയിൻഫുള്ളുമായിരിക്കും. ഒരുപക്ഷെ നമ്മളെ ലൈഫ് ലോങ് വേട്ടയാടാൻ ആ ഒരു ഫീലിങ്ങിന് സാധിക്കും. ലൈഫ് സ്പോയിൽ ചെയ്യാൻ വരെ ആ ഫീലിങ്ങിന് സാധിക്കും. ഒറ്റപ്പെടൽ അനുഭവിക്കുക അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നതുകൊണ്ട് മറ്റാൾക്കാരുമായിട്ട് യാതൊരു രീതിയിലുമുള്ള ബന്ധം വേണ്ട എന്നല്ല, മറിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കാൻ ശ്രമിക്കുക. നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങ് തലയിടാതെ ഇരിക്കുക. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക. പരസഹായം എടുക്കാതിരിക്കുക. ഒരാളെ ഇനിയിപ്പോൾ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ കൂടി അയാൾ ആ സഹായം ആവശ്യപ്പെട്ടാൽ മാത്രം അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളെ സഹായിച്ചോട്ടെ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സഹായിക്കാനുള്ള അനുമതി കൊടുക്കുക. അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യുന്നതിലൂടെ അയാൾക്ക് അയാളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കറക്റ്റായിട്ട് പിടികിട്ടും. ഇത് ഇമോഷണലിയും നമ്മളെ സ്ട്രോങ് ആക്കി മാറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ആര് വന്നു പോയാലും നമ്മളെ അതൊന്നും തന്നെ ബാധിക്കുകയില്ല. അത് ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും. ആരില്ലെങ്കിലും എങ്ങനെ ജീവിക്കണമെന്നും നമ്മുടെ കൃത്യമായ പൊട്ടൻഷ്യൽ എന്താണെന്നും നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആരൊക്കെ വന്നാലും ഇനി ആരൊക്കെ ഇട്ടിട്ട് പോയാലും നമ്മുടെ ലൈഫ് നോർമലായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഏകാന്തതയും ഒറ്റപ്പെടലിനെയും നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുക, അതുമായിട്ട് ഇഴുകിച്ചേരുക. ഒറ്റപ്പെടലുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെ ഏകാന്തതയുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ, അതിൻ്റെ ഒരു സുഖം മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ പതിയെ പതിയെ നമ്മൾ അതിനെ ആശ്രയിച്ചു തുടങ്ങും. ഇതിനിടയിലും പല റിലേഷൻഷിപ്പുകളും നമ്മളെ തേടി വരും. അവിടെയും നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. ഇനി അവരിട്ടിട്ട് പോയാലും നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. കാരണം ഒറ്റപ്പെട്ട് ജീവിച്ച് നിങ്ങൾക്കിപ്പോൾ ശീലമായി, നിങ്ങളതിനെ ആസ്വദിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇനി അതൊരു വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കത്തില്ല. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.